ഇപ്പം നമ്മൾ ഡെന്റലി കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഇപ്പോൾ വെനിയേഴ്സ് ആയാലും ഇംപ്ലാന്റ്സ് ആയാലും അല്ലെങ്കിൽ ഡെന്റൽ ജൂവലറി കോസ്മെറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ തന്നെ ഇത് ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓറൽ ഹൈജീൻ മെയിൻ്റനൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഈ ഫുഡെല്ലാം സ്റ്റക്കായിട്ട് പല്ല് ഡീമിനറലൈസ് ആയി പോയി കഴിഞ്ഞാൽ ഈ നമ്മൾ ചെയ്തേക്കുന്ന എന്ത് ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും അത് ഡിറ്റാച്ച് ആയി പോരും. അപ്പോൾ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. ആസിഡിക് ആയ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുമ്പോൾ സ്ട്രോ വെച്ച് കുടിക്കുക. ഒരിക്കലും വായിൽ റീറ്റെയിൻ ചെയ്ത് വെക്കാതിരിക്കുക. ബ്രഷിങ് ചെയ്യുമ്പോൾ കഴിച്ചു കഴിഞ്ഞ് ഉടനെ ബ്രഷ് ചെയ്യാതിരിക്കുക. ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്യുക. സ്വിമ്മിങ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ പോകുന്ന പൂളിൽ അവിടെ അസിഡിക് ഒരു നേച്ചറാണ് അവിടുത്തെ വാട്ടർ. അപ്പോൾ ആ വെള്ളത്തിൽ നമ്മളിങ്ങനെ വായിൽ കുറേ നേരം പിടിച്ച് നിൽക്കുമ്പോഴത്തേക്ക് ക്ലോറിൻ ആൻഡ് അസിഡിക് ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നമ്മുടെ പല്ല് കുറച്ചുകൂടെ ഡീമിനറലൈസ് ആവും. അപ്പോൾ അതുകൊണ്ട് വായിൽ വെള്ളം എടുക്കാതിരിക്കുക ബേസിക്കലി. അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തേക്കുന്ന എല്ലാ ഫില്ലിങ്സും നല്ലതായിട്ട് ഇരുന്നോളും. ബ്രഷിങ് പോരാ, ഫ്ലോസിങ് ചെയ്യണം. കാരണം നമ്മൾ 2 പല്ലിൻ്റെ ഇടയ്ക്ക് ഫില്ലിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്ലോസിങ് ചെയ്തിട്ടില്ലെങ്കിൽ ഫുഡ് അവിടെ സ്റ്റക്കായി ഇരുന്നിട്ട് അവിടെ അത് അലിഞ്ഞു പോയി ആ ഫില്ലിങ് ഇളകിപ്പോവും, ഡിറ്റാച്ച് ആവും. ഫ്ലോസിങ് ഇമ്പോർട്ടൻ്റ് ആണ്.